സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റുമായിട്ട് സിമിലർ ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേതിനകത്ത് നമ്മൾ എന്താണ് തിരിച്ചാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ എന്താണ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ആ യൂണിറ്റ് ഫോഴ്സ് എന്നാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റിയിൽ പഠിച്ചത്. ഇവിടെ പഠിച്ചത് എന്താണ്? ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ പോയിന്റിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതിനാണ് നമുക്ക് എന്താണ് പി ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ. അപ്പോൾ കെനെ സ്റ്റിഫ്നെസ് എങ്ങനെയാണ് പറയാം? പി ബൈ ഡെൽറ്റ അല്ലെങ്കിൽ പി ബൈ ഡി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെയും സെയിം കാര്യങ്ങളാണ്. P1, P2, P3 എന്ന 3 ലോഡിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പോയിൻ്റ് 1ൽ ഞാൻ എന്ത് ചെയ്യും? യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ പോയിൻ്റ് 1 മറ്റേടത്ത് നമ്മൾ എത്രയാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തതുപോലെ ഇവിടെ ഓരോ പോയിന്റിലും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നു. ബാക്കി 2 പോയിന്റിലെയും ലോഡ് എടുത്ത് കളയുന്നു. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റ് 1 എടുക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് 1ൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1ലും 2ലും 3ലുള്ള സ്റ്റിഫ്നെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1ലെ സ്റ്റിഫ്നെസ്സിനെ നമുക്ക് K11 എന്ന് പറഞ്ഞ് എഴുതാം. അതായത് സ്റ്റിഫ്നെസ് ഓഫ് പോയിൻ്റ് 1 ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്താണ് പോയിൻ്റ് 1. ഓക്കെ, ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ പോയിന്റിൽ എന്താണ് അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്റ്റിഫ്നെസ് ആണ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം 1ൽ ലോഡ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായത്. അതിനാണ് K11 എന്ന് പറയുന്നത്. 2ലുണ്ടായത് എന്ത് പറയും? K2 സ്റ്റിഫ്നെസ് ഓഫ് പോയിന്റ് 2 ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ പോയിന്റ് 1. ഓക്കെ, 3ൽ വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് സ്റ്റിഫ്നെസ് ഓഫ് പോയിന്റ് K3 ഡ്യൂ ടു എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 അതാണ് K31. സിമിലർലി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2ൽ കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? നമുക്ക് K12 വരും, K22 വരും, K32 വരും. ഓക്കെ, അതായത് സ്റ്റിഫ്നെസ് ഓഫ് പോയിന്റ് 1 ഡ്യൂ ടു ലോഡ് ഇൻ പോയിന്റ് 2. ഈ 2ൽ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം 1ലുണ്ടാവുന്ന സ്റ്റിഫ്നെസ്. 2ൽ എടുക്കുമ്പോഴാണ് 2ൽ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം 2 എന്ന പോയിന്റിലുണ്ടാകുന്ന സ്റ്റിഫ്നെസ്. 3 എടുക്കുമ്പോഴോ 2ൽ എന്ന പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ 3ലുണ്ടാകുന്ന സ്റ്റിഫ്നെസ്. അതാണ് K32. സിമിലർലി നമുക്ക് പോയിന്റ് 3ൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? K13 എന്ന് എഴുതാം, K23 എന്ന് എഴുതാം, K33 എന്ന് എഴുതാം. ഇനി ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു മെട്രിക്സ് ഫോമിലോട്ട് ഇതിനെ മാറ്റാം. ഓക്കെ, അപ്പോൾ എന്നിട്ടാണ് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സിബിലിറ്റി പോലെ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഡിറൈവ് ചെയ്തെടുക്കാം. സോ ഇനി നമുക്ക് ആ ഫോഴ്സസിനെ എഴുതാം. P1, P2, P3. ഓക്കെ, P1, P2, P3 എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മളൊരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോഴാണ് അവിടെ എന്താ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് ഒരു ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതായിരുന്നു നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ബീം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ നേരത്തെ ആ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ P1ൻ്റെയും P2ൻ്റെയും അതുപോലെ കിട്ടിയ വാല്യൂസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും. അപ്പം ഇതായിരുന്നു ഫസ്റ്റ് പോയിന്റ്, ഇതായിരുന്നു സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഇത് തേർഡ് പോയിന്റ്. അപ്പം നമുക്ക് P1 എന്ന ലോഡാണ് നമുക്ക് വേണ്ടത്. അപ്പം അതായത് D1 = 1 കൊടുത്തപ്പോൾ P1ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് D1 ഫസ്റ്റ് കേസ് നിങ്ങൾ ആ ഫസ്റ്റ് പടം എടുക്കുമ്പോൾ മനസ്സിലാവും. D1 എന്ന അതായത് 1 എന്ന പൊസിഷനിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ ഉണ്ടാവുന്ന P1ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം P എന്ന് പറയുന്നത് എന്താണ്? K ഡെൽറ്റ ആണ് അല്ലെങ്കിൽ KD ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് D1-നകത്ത് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ അവിടെയുള്ള Kയുടെ വാല്യൂ എത്രയാണ്? അതായത് D1 ഇൻറ്റു ആ പോർഷനിലുണ്ടായ സ്റ്റിഫ്നെസ് എത്രയാണ് കിട്ടിയത്? K11 ആണ്. നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൊട്ട് മുമ്പ് ചെയ്ത സംഭവമാണ്. ഇനി അടുത്ത എന്താണ് വരുന്നത്? പ്ലസ് ഫസ്റ്റ് പോയിൻ്റാണ്. P1ൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ P1 = D × K ആണ്. അടുത്ത P1-ലുണ്ടാവും അടുത്ത എന്താണ്? D2 എന്ന് പറയുന്നത് 1 കൊടുത്തപ്പോൾ അടുത്ത D1 കഴിഞ്ഞു. ഇനി D2 എന്ന് പറയുന്നത് 1 കൊടുത്തത് അത് എത്രയാണ്? തൊട്ട് താഴത്തെ കേസിലാണ്. അതായത് ആ രണ്ടാമത്തെ പോയിന്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ ഉണ്ടായ ഏതാണ്? Kയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഇസ് D2 ഇൻറ്റു എത്രയാണ്? ഈ പോർഷനിൽ കിട്ടിയ വാല്യൂ എത്രയാണ്? K
1 2. അത് നമ്മൾ പറഞ്ഞാൽ സ്റ്റിഫ്നെസ് അറ്റ് പോയിൻറ്റ് 1 ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് 2. ഓക്കെ, അതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം, D3 ഇൻറ്റു എങ്ങനെ എഴുതാം, K13 എന്ന് എഴുതാം. ഓക്കെ, അതല്ല ഇവിടെ എഴുതിയേക്കുന്നത് P1 P2 P3 ആയിട്ട്. ഇപ്പം ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെ. അടുത്ത എന്താണ്, P2ൻ്റെ കേസാണ് എടുക്കുന്നത്. P2ൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റിനകത്ത് എവിടെയാണോ യൂണിറ്റ് ലോഡ് കൊടുത്തത്, അപ്പം P2 എടുക്കുമ്പോഴത്തേക്കും D1 ഇൻറ്റു ആ പടം റെഫർ ചെയ്യുമ്പോൾ കിട്ടും ആ രണ്ടാമത്തെ പോയിൻറ്റിലെ വാല്യൂ എത്രയാണ്, 21 K21, അതായത് സ്റ്റിഫ്നെസ് അറ്റ് പോയിൻറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 1. അപ്പം D1 ഇൻറ്റു K21. അടുത്ത് വരുമ്പോൾ D2 ഇൻറ്റു K22, D3 ഇൻറ്റു K23. അതുപോലെ P3 എടുക്കുമ്പോഴും ഈ വാല്യൂസ് നമുക്ക് കിട്ടും, D1 ഇൻറ്റു K31, D2 ഇൻറ്റു K32, D3 ഇൻറ്റു K33. ഇങ്ങനെയാണ് അവിടെ ജനറേറ്റ് ചെയ്ത ഫോഴ്സുകൾ നമുക്ക് കിട്ടുന്നത്, അതായത് P = K ഡെൽറ്റ വെച്ചിട്ട്. ഇനി ഇതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോമിൽ എഴുതാം. നമ്മൾ നേരത്തെ ഫ്ലെക്സിബിലിറ്റിയിൽ ചെയ്ത സെയിം ഇതായിട്ട് നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാം. അപ്പം P1 P2 P3 = നമുക്ക് കിട്ടിയ ആ സ്റ്റിഫ്നെസ് എല്ലാം കൂടെ K11 K12 K13 അതിനെ അറേഞ്ച് ചെയ്യുക ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് മെട്രിക്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, അതുപോലെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. നമ്മൾ തൊട്ട് മുമ്പ് ആ ഫ്ലെക്സിബിലിറ്റി ചെയ്ത സെയിം തന്നെ, അതിനകത്ത് വ്യത്യാസം എന്നാൽ അത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഇത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിലുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിഫ്നെസ് എന്താണ്, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു മെട്രിക്സിനകത്ത് വരുന്ന ആ ഒരു എലമെൻസിനെയാണ് ഈ K11 K12 K13 അങ്ങനത്തെ വരുന്ന എലമെൻസിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതിലും നമ്മൾ എന്ത് ചെയ്യും, ഡയഗണൽ എലമെൻ്റ് എടുക്കുമ്പം അതെന്താണ്, അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓഫ് ഡയഗണലായിട്ടുള്ളത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ ഡെഫിനിഷൻ തന്നെ ഇവിടെയും എഴുതാം. ഡയഗണൽ എലമെൻറ്റ്സ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഓഫ് ഡയഗണൽ എടുക്കുമ്പോഴേക്കും അത് നെഗറ്റീവോ പോസിറ്റീവോ ആവാം. ഓക്കെ, അവിടെ പഠിച്ചതായിട്ട് ഡിഫൈൻഡ് ആസ് ഐ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ആയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഐ എന്ന പോയിന്റിൽ ഉണ്ടായ ഫോഴ്സ് എന്താണ്, J എന്ന പോയിന്റിൽ അപ്ലൈ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഐ ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് J കീപ്പിംഗ് ഓൾ അതർ ഡിസ്പ്ലേസ്മെൻറ്റ് 0. നേരത്തെ ഇതുമായിട്ട് സെയിം കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനം. അതിനകത്ത് ഫോഴ്സ് 0 ആയിട്ട് എടുത്തു, ഇവിടെ ഓൾ അതർ ഡിസ്പ്ലേസ്മെൻറ്റ് 0. അതായത് ഫസ്റ്റ് പോയിന്റിൽ D1 യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ബാക്കി രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. രണ്ടാമത്തേനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ ബാക്കി രണ്ടിലും അവോയ്ഡ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇസ് എ ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഐ ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് J. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടൊരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഐ ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് J കീപ്പിംഗ് ഓൾ അതർ ഡിസ്പ്ലേസ്മെൻറ്റ് 0. സോ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് മെട്രിക്സും അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ കൂടിയുണ്ട്, റിലേഷൻഷിപ്പ് കണക്റ്റിംഗ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. സോ ഇനി അതെങ്ങനെയാണ് നമുക്ക് നോക്കാം.